നമസ്കാരം. ഓഹരി വിപണിയിലെ തട്ടിപ്പ്, നിയന്ത്രണ ലംഘനങ്ങൾ എന്നീ കുറ്റങ്ങൾ ചുമത്തി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർപേഴ്സൺ മാധവി പുരിബുജ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ മുംബൈയിലെ പ്രത്യേക അഴിമതി വിരുദ്ധ കോടതി ശനിയാഴ്ച ഉത്തരവിട്ടു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തതിൽ വൻ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് താനെ ആസ്ഥാനമായിട്ടുള്ള പത്രപ്രവർത്തകൻ സപൻ ശ്രീവാസ്തവ സമർപ്പിച്ച ഹർജിയിൽ പ്രത്യേക ജഡ്ജി SC ബംഗാറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സെബി ഉദ്യോഗസ്ഥൻ അവരുടെ നിയമപരമായ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു. വിപണി കൃത്രിമത്വം സാധ്യമാക്കി നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒരു കമ്പനിയുടെ ലിസ്റ്റിംഗ് അനുവദിച്ചുകൊണ്ട് കോർപ്പറേറ്റ് തട്ടിപ്പിന് വഴിയൊരുക്കി എന്ന് പരാതിക്കാരൻ വാദിച്ചു. നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു കമ്പനിയെ ലിസ്റ്റ് ചെയ്യാൻ സെബി ഉദ്യോഗസ്ഥൻ അനുവദിച്ചുവെന്നും ഇത് വിപണി കൃത്രിമത്വത്തിന് നിക്ഷേപകരുടെ നഷ്ടത്തിനും കാരണമായെന്നും പരാതിയിൽ ആരോപിക്കുന്നു. സെബിയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒത്തുകളി, ഇൻസൈഡർ ട്രേഡിംഗ്, ലിസ്റ്റിംഗിനു ശേഷം പൊതുഫണ്ട് വകമാറ്റൽ എന്നിവയും പരാതിയിൽ ആരോപിക്കുന്നു. മുൻ സെബി ചെയർപേഴ്സൺ മാധവി പുരിബുജ്, മുഴുവൻ സമയ അംഗങ്ങളായ അശ്വിനി ഭാട്ടിയ, ആനന്ദ് നാരായൺ ജി, കമലേഷ് ചന്ദ്ര വർഷിനി, BSE ചെയർമാൻ പ്രമോദ് അഗർവാൾ, CEO സുന്ദരരാമൻ രാമമൂർത്തി എന്നിവരായിരുന്നു പരാതിയിലെ പ്രതികൾ. എന്നിരുന്നാലും കോടതി നടപടികളിൽ അവരിൽ ആരും പ്രതിനിധീകരിച്ചില്ല. മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ പ്രഭാകർ തരാംഗിയും രാജലക്ഷ്മി ഭണ്ഡാരിയും ഹാജരായി. പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷം ജഡ്ജി ബംഗാർ പ്രഥമ ദൃഷ്ട്യാ തെറ്റ് ചെയ്തതിന് തെളിവുണ്ടെന്ന് കണ്ടെത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം, അഴിമതി നിരോധന നിയമം, സെബി നിയമം എന്നിവയിലെ പ്രസക്തമായ വ്യവസ്ഥകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ മുംബൈയിലെ അഴിമതി വിരുദ്ധ ബ്യൂറോയോട് നിർദ്ദേശിച്ചു. ആരോപണങ്ങൾ ഒരു തിരിച്ചറിയാവുന്ന കുറ്റകൃത്യമാണ് വെളിപ്പെടുത്തുന്നത്. അതിനാൽ ന്യായവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യമാണ്, കോടതി പറഞ്ഞു. നിയമപരമായ വിട്ടുവീഴ്ചയ്ക്കും ഒത്തുകളിക്കും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. ന്യായവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യമാണ്. നിയമപാലകരുടെയും സെബിയുടെയും നിഷ്ക്രിയത്വം, ജുഡീഷ്യൽ ഇടപെടൽ അനിവാര്യമാകുന്നു എന്ന് ജഡ്ജി കൂട്ടിച്ചേർത്തു. ആരോപണങ്ങളുടെ ഗൗരവം, ബാധകമായ നിയമങ്ങൾ, തീർപ്പാക്കിയ നിയമപരമായ മുൻവിധികൾ എന്നിവ കണക്കിലെടുത്ത് ഒരു അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നത് ഉചിതമാണെന്ന് ഈ കോടതി കരുതുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി ACBയോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളാക്ഷരം.